വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കും. ദ പ്രോമിസ് ഇസ് ഫോർ അസ് ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ. വാഗ്ദത്തങ്ങൾ ദൈവം ഇഷ്ടം പോലെ വേദപുസ്തകത്തിൽ തന്നത് ആത്മീയ കോളത്തിൽ പ്രാപിച്ചെടുക്കുന്നതിന് മുമ്പേ യാഗപീഠത്തിന്മേൽ നമ്മളെ തന്നെ കയറ്റണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർത്തത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ. ഈ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ജഡ എടുത്ത് കളയാന്നുള്ളതാണ് മെയിനായിട്ട്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ശത്രു നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മൾ പറയും അവർ കൂടോത്രം ചെയ്തുകൊണ്ട്, ഇവർ കൂടോത്രം അവരുടെ കണ്ണാണ്, അവർ പിന്നെ അത് ചെയ്ത് ഇതൊന്നും ഫലിക്കത്തില്ല, വെറുതെ സമയം കളയല്ല. അതും പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളുടെ ദേഹം, ദേഹി, ആത്മാ 3 തലത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ആത്മാവിനെ പുതുക്കുന്നതാണ് വചനം അയക്കുന്നത്. ഇഷ്ടംപോലെ ദേഹത്തിന് ഭക്ഷണം കഴിച്ച് നമ്മൾ 4 നേരമല്ല, ഒത്തിരി ഭക്ഷണമുള്ള ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് ശരീരത്തിനെ പോഷിപ്പിക്കുന്നുണ്ട്. എത്ര പേർ ആത്മാവിനെ അതുപോലെ പോഷിപ്പിക്കുന്നുണ്ട്? എത്ര പേർ ആത്മാവിന് വേണ്ടി അതിന് സമയമെടുക്കുന്നുണ്ട്? വചനം കേൾക്കാൻ എത്ര പേര് അതിനുവേണ്ടി സമയം കൊടുക്കുന്നുണ്ട്? നമ്മൾ ഈ ഒരു കാലത്തിൽ വചനത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ല. എന്നാൽ ഒരു കാലം വരുന്നുണ്ട്, പുസ്തകങ്ങൾ നമുക്ക് വേദപുസ്തകം ഇല്ലാത്ത കാലം, വേദപുസ്തകം വായിക്കാൻ വയ്യാത്ത, അങ്ങനെയുണ്ടല്ലോ. ചൈനയിലൊക്കെ ഇല്ലേ, വേദപുസ്തകം എടുക്കാനൊക്കത്തില്ല, വായിക്കാനൊക്കത്തില്ല. അവിടെയൊക്കെ ഓരോ ഈ മിഷനറീസ് നമ്മൾ വായിക്കുന്നുണ്ട് കേൾക്കാം. അവർ വേദപുസ്തകം എത്രയോ സീക്രട്ടായിട്ട് കൊണ്ടുപോയി ചൈനക്കാർക്ക് കൊടുക്കുമ്പം സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ അവർ പൊതിഞ്ഞത് സൂക്ഷിക്കുന്നത്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ചൈനയിൽ ഇൻഫ്ലക്സ് ഓഫ് ബൈബിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം തീഷ്ണത. എവിടെ പെർസിക്യൂഷൻ ഉണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതൽ പ്രവർത്തിക്കും. അത് കഷ്ടം വരുന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. കാരണം നമ്മുടെ സ്വയബുദ്ധിയിലൊന്നും ഒക്കത്തില്ലെന്ന് മനസ്സിലാകുമ്പം ഈ ശക്തനായ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കും. ഈ വാഗ്ദത്തങ്ങളെല്ലാം ആത്മീയ തലത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതാണ്. അബ്രഹാം വിശ്വസിച്ചു, അതവനെ നീതിയായിട്ട് കണക്കിട്ടു എന്ന് പറഞ്ഞു. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? വിശ്വാസം കേൾവിയാൽ. കേൾവി എങ്ങനെ വരുന്നു? ദൈവവചനത്തെക്കുറിച്ച്. ഇത് റോമർക്ക് എഴുതിയ ലേഖനം 10 പറയുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്തെക്കുറിച്ചുമാണ് വരേണ്ടത്. അപ്പോൾ ആശിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഉറപ്പ് വരണമെങ്കിൽ അതിനെ ഘനീഭവിപ്പിക്കുന്ന ദൈവവചനം കൊണ്ട് ഞാൻ നിരന്തരം അത് പറഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് സ്വർഗീയ കോടതിയിൽ അവിടെ നിന്നേച്ച് നമ്മളൊരു എഡിക്റ്റ് അങ്ങോട്ട് പാസ്സാക്കും. അതായത് നമ്മൾ കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്നതിന് മുമ്പ് കേസുകളെല്ലാം നമ്മൾ വായിച്ചിട്ട് അതിനുള്ള പ്രീസിഡൻ്റുള്ള പല കേസുകൾ അതിൻ്റെ ഉപയോഗിക്കുന്നത് 10 ബുക്കെങ്കിലും എടുത്ത് കോടതി കൊണ്ടുവെക്കും. എന്തിനാ? ഈ കേസിന് പറ്റിയതായിട്ടുള്ള പുതിയ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ പഴയ ജഡ്ജസ് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതും എഴുതിയേ ഒക്കത്തുള്ളൂ. പ്രീസിഡൻ്റ് എന്നതിന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവീക ആത്മീക മരത്തിലേക്ക് കയറിയെടുക്കാൻ ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന നിബന്ധനകൾ, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നമ്മൾ ഒബ്സർവ് ചെയ്തേ ഒക്കത്തുള്ളൂ. വാഗ്ദത്തം എനിക്കും എൻ്റെ മക്കൾക്കും. പിന്നെ ദൂരെ ഇരിക്കുന്നവരെ വിളിച്ചു വരുത്തുന്നത് ദൈവത്തിൻ്റെ ജോലിയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 2:39 നേരത്തെ ഇത് പറഞ്ഞ വാക്യമെങ്കിലും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും നമ്മുടെ തലമുറയെ രക്ഷിച്ചേ ഒക്കത്തുള്ളൂ. വാക്കിന് നേരെ ശരിയേതേ തെറ്റേതേന്ന് മനുഷ്യനറിയാൻ വയ്യാത്ത കാലം, അവനവൻ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാലം, മനുഷ്യനെ ശത്രുക്കളാക്കി കാണുന്ന ഒരു കാലം, ഓരോരുത്തർക്കും വേറൊരാളെ ആവശ്യമില്ലാതാകുന്ന ഒരു കാലം. നീ ആരാ എന്നോട് ചോദിക്കാനെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് മനുഷ്യരുടെ. എത്ര നാളെങ്ങനെ പോകും? മനുഷ്യനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇല്ലാതാക്കും. മനുഷ്യൻ ഇനി പറയുന്നില്ല, കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇനി ഞാൻ വെള്ളം കൊണ്ടല്ല നശിപ്പിക്കുന്ന തീയുണ്ട്, കാണുന്നില്ലേ? ആകാശമണ്ഡലത്തിൽ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന സമയത്തും യുദ്ധത്തിൻ്റെ ബോംബുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒരു രക്ഷിത ഗണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂട്ടത്തെ ദൈവം പരിപാലിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടവരാണെന്ന് ഓർക്കണം. നമ്മുടെ വില വലുതാണ്. നമ്മളെന്ത് പറയുന്നു അതിന് സ്വർഗത്തിലും വലിയ വിലയുണ്ട്. 1 തെസ്സലോനിക്കൻസിനകത്ത് ഏകദേശം 5:16 പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൻ്റെ ദൈവ ഇഷ്ടം. എന്താണ് പറയുന്നത്? നമ്മൾ സന്തോഷിക്കണം. ശരിയാണ്, കഷ്ടമുണ്ട്. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നിൻ്റെ നെഞ്ചിനകത്ത് എന്തെന്ന് ഇത്ര വലിയ ഭാരം കെട്ടി വെച്ചിരിക്കുന്നത്? ഇതിങ്ങനെ കെട്ടിയാൽ? അപ്പോൾ അത് പറഞ്ഞു, ശരിയാ ആൻറ്റി എന്ന്. അതൊരിക്കലും ആ ഒരു കാര്യം തുറന്ന് പറയൂല. ചില ആൺമക്കളും അങ്ങനെയാണ്. അവരവരുടെ വിഷമം വരുമ്പോൾ അവർ തന്നെ അങ്ങ്
താഴോട്ട്. അതൊരു ശരിയല്ല. വെർബലൈസ് ചെയ്തത് പുറത്ത് പോകണം. അകത്ത് ഈ വിഷം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് പോട്ടെ, ഇറത്തി പോട്ടെ. എന്നിട്ട് ദൈവം പറയുന്നു എപ്പോഴും സന്തോഷിപ്പിൻ. ഇതിനപ്പുറം ഒരു നന്മയുണ്ടെന്ന് ചിന്തിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരത്തില്ല. എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം. ആവർത്തന പുസ്തകം പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം നിൻ്റെ കയ്യെ കെട്ടിവെക്കണം. ടാറ്റു ഇടുമല്ലോ, ഈ ടാറ്റു ഇടുന്നൊരു ദൈവവചനം ടാറ്റു ചെയ്യട്ടെ. അങ്ങനെ ടാറ്റു ചെയ്ത പിള്ളേരാണ് ഇപ്പം മാറി നിൽക്കുന്നതെങ്കിൽ ആ കൈ തിരിച്ചു കൊണ്ടുവന്ന് ആ ടാറ്റു പുതിയ ടാറ്റു ആക്കി യേശു ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് എന്ന് എഴുതി വെക്കുന്നവരുടെ മേൽവിധി എഴുതുകയാണ് നമ്മൾ. ഇടവിടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാത്തിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൻ്റെ ദൈവ ഇഷ്ടം. എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ആത്മാവിനെ കെടുത്തരുത്. കണ്ട, പരിശുദ്ധാത്മാവിനെ പ്രവചനം തുച്ഛീകരിക്കരുത്. കർത്താവിൻ്റെ ആത്മാവ് പ്രവചിച്ചെങ്കിൽ അതേ പിടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ പ്രവചനം ദൈവാത്മാവാണോ പറയുന്നതെന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണം. വേദപുസ്തകത്തിൽ പോലും എഴുതിയിട്ടുണ്ട്, കള്ളപ്രവാചകനെ വിട്ടിട്ട് പ്രവാചകൻ, അവർക്ക് കേൾക്കേണ്ടത് അഴുക്കായിരുന്നു. അതുകൊണ്ട് ദൈവം ദുഷ്ടനെ പ്രവാചകൻ, നുണ പറയുന്ന പ്രവാചകനെ വിട്ടുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കണേ, ആരാണ് നമ്മുടെ അടുക്കൽ വന്ന് പ്രവചനം പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് ദൂത് തരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും മെയിൻ ലൈൻ ചർച്ചിൽ പ്രവചനമില്ല. പക്ഷെ പ്രവചനം ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത്, ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം പ്രവചനമാണ്. ക്രിസ്തു പ്രവചനത്തിൻ്റെ ആത്മാവെന്നവൻ. അതായത് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന മുഴുവനും ക്രിസ്തുവിൻ്റെ വാഗണ്ടല്ലേ. അത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളത് വിളിച്ചു വരേണ്ട, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. ആശയ്ക്ക് വിരോധം ആശയോടെ അബ്രഹാം വിളിച്ചു. അതൊക്കെ ഈ നോക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഓരോ താളുകളിലും തൻ്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നത് എന്നെ വിളിച്ചപേക്ഷിക്ക്, എന്നിട്ട് പറയുന്നു പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത്. കണ്ട, ശോധന ചെയ്യാൻ ഏത് സ്പിരിറ്റിലാണ് പറയുന്നതെന്ന് ടെസ്റ്റ് ചെയ്യുന്ന 1 യോഹന്നാനിൽ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെയും പറയുന്നു. എന്താ പറയുന്നത്? ഇത് ഞാൻ വായിക്കുന്നു, 1 തെസ്സലോനിക്കൻസ് 5:20. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ദോഷത്തിൽ നിന്ന് വിട്ട് ഓടി മാറാനുള്ള കൃപ. ഓടട്ടെ അപേക്ഷ, അവരവിടെ നിൽക്കല്ലോ, ഓടി മാറാനുള്ള കൃപ. അപ്പം നമ്മളോട് പറയും, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, പകലിൻ്റെ മക്കളാണ് നമ്മൾ. ഇരുട്ടിൽ നിന്നോട് ആര് പറഞ്ഞു പോയിരിക്കാൻ? അപ്പോൾ നമ്മൾ ഇരുട്ടത്തി ചെല്ലുമ്പോൾ നമ്മളവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വെളിച്ചം വീഴുമെന്ന്. അല്ലാതെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, മിസൈൽ 300 ചില്ലുവാന അടി താഴെ മിസ്സായ ഒരു ബങ്കർ വെച്ചതിനകത്ത് ബോംബ് ചെന്ന് വീണ് ശത്രുവിനെ ഇല്ലാതാക്കിയ നമ്മൾ കേൾക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മിസൈലിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ അതിൽ എത്രയോ വലിയ ശക്തിയാണ് ദൈവവചനത്തിനുള്ളത്. ഇത് സ്വർഗം വരെ ചെന്ന് ഭൂമി മുഴുവനും പടർന്ന് പാതാളം വരെ ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള. അല്ല പിന്നെ എങ്ങനെ ലാസർ മരിച്ചു കിടന്ന് ചത്തുപോയെന്നേ. 4 ദിവസം നാറ്റം വെച്ച അവസ്ഥയാണ്. ലാസർ മരിച്ച അവസ്ഥയിൽ 4-ാം ദിവസം ഒരു നോ ഹോപ്പ് അറ്റ് ഓൾ. ഒരു കാരണവശാലും സാധിക്കത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ അത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ വചനം വായിച്ചത് ആരാ? ദൈവം. യേശുക്രിസ്തു വന്നേച്ചു പറഞ്ഞു, ലാസറസ് കം ഫോർ, എഴുന്നേറ്റ് വാ എന്ന് വിളിച്ചവൻ്റെ ശബ്ദം കേട്ടപ്പോൾ മരിച്ചവൻ ജീവിച്ചെഴുന്നേറ്റ് വരുന്ന ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ കൂടെ വസിക്കുന്നതെങ്കിൽ, നമ്മൾ പറയുന്ന യേശുവിൻ്റെ ശബ്ദമാണ് എങ്കിൽ എല്ലാ ദൂതഗണങ്ങളും, നമ്മളിപ്പോൾ ഓരോന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് തന്നെയല്ല, ദൂതഗണങ്ങൾ അതിശയിക്കുകയാണ് എങ്ങനെ ഇത് പറഞ്ഞു പിടിപ്പിക്കുന്നു എന്ന്. ദൈവശക്തിയാണിത്, ദൈവശക്തി. കർത്താവിൻ്റെ ശക്തിക്ക് ഒരു വലിയ മഹത്വമുണ്ട്. അത് അനുഭവിച്ച് സകലവിധ ദോഷം വിട്ടറിയണം. പിന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എന്ത്? നമ്മുടെ ആത്മാവ്, പ്രാണന്, ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നയില്ലാതെ അനന്യമായിട്ട് കാണപ്പെടാൻ ദൈവം സൂക്ഷിക്കണം. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. എപ്പോഴും ഈ പ്രാർത്ഥന അയക്കുമ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഈ ജീവിതത്തിൽ പ്രശ്നം പറയുമ്പോഴും എല്ലാം എന്നെ ഉൾപ്പെടെ ഞാൻ പറയാണ്, നമ്മളാകുന്ന ഈ സെൻറ്ററിൽ നിന്നാണ് എല്ലാം കാണുന്നത്. ഞാനുണ്ടെങ്കിലേ ലോകമുള്ളൂ, ഞാനുണ്ടെങ്കിലേ വീടുള്ളൂ, ഞാനുണ്ടെങ്കിലേ ഇവിടെ നടക്കുന്നത്. നമ്മൾ അത് നാച്ചുറലായിട്ടുള്ള ചിന്തയാണ്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നടുക്ക് ദൈവമാകുന്ന യേശുക്രിസ്തു മുമ്പിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പറയാൻ നമ്മുടെ നാവിനെ ശരിയാക്കിയാൽ എത്രയോ എളുപ്പം ജീവിതം മുൻപോട്ട് പോകും. അവിടെയാണ് സമാധാനം വരുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ വരുന്നത്.
അവിടെയാണ് ദൈവം. ഇപ്പം നമ്മൾ അതല്ല, നമ്മൾ ജഡത്തിൽ കിടന്ന് ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കടബാധ്യതകളുണ്ട്. അപ്പോൾ കടം നീങ്ങാതെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇങ്ങേപ്പുറത്തൂടെ ദൈവം ഒരു ചാക്ക് നിറച്ച് മാങ്ങ കൊണ്ട് കൊടുത്തു വിട്ടു. അതവർ ഭക്ഷിക്കട്ടെ. ഇപ്പം നമ്മൾ ആ മാങ്ങയെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഇവിടെ കടം കിടക്കുമ്പോഴേ ഈ മാങ്ങ തിന്നാൻ പോകുന്നത്. മനസ്സിലായോ? അന്നന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ അനുഭവിപ്പിക്കാതിരിക്കുന്ന ദുഷ്ടാത്മാവിനെ അടിച്ചു മാറ്റണം. അതായത് ദ ജോയ് ദാറ്റ് ഗോഡ് സെൻസ് ഓൺ എ ഡെയിലി ബേസിസ്. ദൈവത്തിന് 2025 ഡിസംബറിലാണ് കടം വീട്ടാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ഡിസംബർ വരെ ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ അത് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ഇന്ന് ദൈവം തന്ന് അയച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് എല്ലാവർക്കും വിതരണം കൊടുത്ത് ഭക്ഷണം കഴിക്കുക. ആ ടൈം ആകുമ്പോൾ ദൈവം അത് ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ മറന്നു പോകും. പറയുകയാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പലരും ഇന്നുകൊണ്ട് ജീവിതം തീരുമെന്ന് വിചാരിക്കുമ്പം അതിനൊരു ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്നേ ദിവസം ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇന്ന് ദൈവം അയക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കുക. ഏലിയ പ്രവാചകൻ ഭക്ഷണം കിട്ടാതെ കെരീത്ത് തോട്ടിൻ്റെ അടുക്കൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഭക്ഷണം കിട്ടാനാണ്? അല്ല, എനിക്ക് ഭക്ഷണം ആരെങ്കിലും കൊണ്ടു തന്നാൽ ഭക്ഷണം എനിക്ക് വേണമെന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്തില്ലേ? കാക്കയെ കൊണ്ട് രാജാവ് ഉപയോഗിക്കുന്ന സ്റ്റേക്ക്, അതായത് ഏറ്റവും നല്ല ഇറച്ചി കഷ്ണം കാക്കയെ കൊണ്ട് ഏലിയാവിൻ്റെ മുമ്പിൽ ആ ദിവസങ്ങളിലെല്ലാം കൊടുപ്പിച്ച ദൈവം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ചോദിച്ച് വാങ്ങിക്കുക. വിശ്വാസത്തിൽ വീരന്മാരായിട്ട്. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചോദിച്ച് കിട്ടിയില്ല, അതുകൊണ്ട് നിർത്തരുത്. നമ്മളെല്ലാം അങ്ങനെയാണ്. കിട്ടുവോളം ചോദിക്കണം. കാരണം ഞാൻ അന്യായമായ കാര്യമൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. ദൈവം നോക്കും തീഷ്ണതയുണ്ടോന്ന്. കർത്താവ് മുൻപേ പോവുകയാണ് നമുക്ക് വേണ്ടി വെടിപ്പാക്കി. നമ്മൾ പുറകെ പോയി കാര്യങ്ങൾ നേടിയെടുക്കാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നാഥ, ആത്മാവിനെ കെടുത്തരുതെന്നാണ് നീ പറയുന്നത്. വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും. ദൂരസ്ഥരായിരിക്കുന്നവരെ വിളിച്ചു വരുത്തുന്നത് നിൻ്റെ ജോലിയാണ്. അതവിടുന്ന് ചെയ്തേ പറ്റൂ കർത്താവേ. മേഘങ്ങളെ വാഹനമാക്കി എഴുന്നള്ളി വരുന്ന ദൈവം, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി തന്ന ദൈവം, നഷ്ടപ്പെട്ട ആത്മാവിനെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന ദൈവം, നമ്മുടെ ബലഹീനതകളെ മറന്ന് സ്നേഹിക്കുന്ന സ്നേഹം, അത് ഞങ്ങളിലും തലമുറകളിൽ ഇപ്പോൾ ഒഴുകണം. കല്ലുപോലുള്ള ഹൃദയം മാറിയൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ജോലി ഞങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി വിശ്വാസ ഹൃദയം ഇട്ട് തരണം. ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കാൻ, അത് പ്രൂവ് ചെയ്യാനല്ല, വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ദൃഢമായ വചനത്തിൻ്റെ ഒരു ദൃഢത വരുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. വചനം വായിക്കാതെ എങ്ങനെയാണ് വെച്ചാൽ വിശ്വാസം വരുന്നത്? വചനം വായിപ്പിക്കാതിരിക്കുന്ന ദുഷ്ടാത്മാവിനെ യഹോവ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി കരിച്ചു കളഞ്ഞിട്ട് ദുഷ്ടനെ വെട്ടിമാറ്റി കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറന്ന് അന്തരാത്മാവ് അകത്തെ മനുഷ്യൻ പുഷ്ടി പിടിക്കാൻ ദൈവവചനമാകുന്ന ഭക്ഷണം അവർക്ക് നീ കൊടുക്കണം. ആദ്യ പാലായിരിക്കും കൊടുക്കുന്നത്, കൊടുക്കപ്പച്ച കൊടുത്തേ പറ്റൂ. വചനം ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പടർന്നു പോയിട്ട് തിരിച്ചു വരികയാണ്. അത് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. ഭൂമിയിലേക്ക് മഞ്ഞും മഴയും അയച്ച് വിട്ടിരിക്കുന്ന വിത്തുകൾ കിളിപ്പിക്കുന്നത് പോലെ നിൻ്റെ വചനം അയച്ചെടുത്ത് അവ നല്ല നിലത്ത് വീണ് നൂറുമേനിയായിട്ട് മനോഹരമായ ജീവവൃക്ഷങ്ങളാക്കി വളർത്തിയെടുക്കാൻ കൃപ തന്നതിന് സ്തോത്രം. വചനം എറിയുക അപ്പച്ച. വചനം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ചെന്ന് കൊള്ളട്ടെ. അനേക മക്കളുടെ ഹൃദയങ്ങൾ പേർ ചൊല്ലി വിളിച്ചവരുടെ മേലേക്ക് വചനം അയക്കുന്നു. പുതപ്പ് പോലെ അവരുടെ മേലെ ഈ വസ്ത്രം ചെന്ന് വീഴട്ടെ അപ്പച്ച. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നീ മതിയാകുന്നവന്. കർത്താവിൻ്റെ പ്ലാനിന് തെറ്റുപറ്റത്തില്ല. എൻ്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങളിൽ വ്യത്യാസം വരും. സമാധാനം. പരിശുദ്ധാത്മാവ് പറയുന്ന സകല വാഗ്ദത്തങ്ങളും നിനക്ക് അനുഗ്രഹമാക്കി തന്നിരിക്കും. അത് പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവിനോട് യോജിച്ച് നിന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച് ചിതറിക്കിടക്കുന്നതിനെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ സന്തോഷം, അതേ ആർഭാടത്തോടെ ദൈവസന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ടെന്ന് പറയുന്ന ആ സമാധാനത്തെ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.